ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ എന്നും കമൻസിൽ വന്നിട്ട് ഇങ്ങനെ പറയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യും, ഞങ്ങളെ കുറിച്ച് അറിയാനുള്ള ഭയങ്കര ത്വരയുണ്ട് എല്ലാവർക്കും. അപ്പോൾ കുറേയൊക്കെ ഞങ്ങളുടെ വീഡിയോസിൽ നിന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വീഡിയോസിൽ നിന്ന് എല്ലാം അറിയാം, അതുകൊണ്ട് ഞങ്ങളൊന്നും ചോദിക്കണില്ല എന്ന്. ഒരുപാട് സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ഒക്കെ കണ്ടു. എന്നാലും കുറേ പേർക്ക് ഇപ്പോൾ പുതിയതായിട്ട് വന്നുള്ള സബ്സ്ക്രൈബേഴ്സിന് ഞങ്ങളെ കുറിച്ച് അധികമൊന്നും അറിയില്ല. പിന്നെ കുറേ വേറെ വേറെ പല ക്വസ്റ്റ്യൻസും ഉണ്ട്, പേഴ്സണലായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പറയാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ എന്തായാലും ഈ ഒരു സെക്ഷനിൽ കൂടെ ഞങ്ങൾ പറഞ്ഞുതരാം. എല്ലാവരുടെ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ കുറേ നല്ല പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട്, നമ്മളുടെ പേഴ്സണലായിട്ടുള്ളൊരു സ്പേസിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഈ പോസ്റ്റില് നമ്മളിപ്പോ ഒരുപാട് പേര് കമന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ആരും പേര് നമ്മൾ പറയുന്നില്ല, ചില ആൾക്കാർക്ക് ഐ ഡി മാത്രമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആരും ഐ ഡി ഒന്നും പറയുന്നില്ല, പേരും പറയുന്നില്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ വെച്ചാൽ കല്ലുവിന്റെ ഒറിജിനൽ നെയിം എന്താണ്, സ്ഥലം എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ശരിക്കുള്ള പേരെന്താ? ഉറക്കെന്ന് പറഞ്ഞ നമസ്വി എന്നാണ് അവളുടെ പേര്. എന്താ പറയാ, അത് എന്താ മീനിങ് അല്ലെ? മീനിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ പേരിട്ടാ. നമസ്വിയുടെ മീനിങ് പാർവതി എന്നാണ് കണ്ടത്. ഇതൊരു ഗുജറാത്തി നെയിമാണ്. ഈ പേരിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ കണ്ടത് വെച്ചിട്ട് ഞാൻ പറയാണ്. ഈ പേര് എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുജറാത്തി നെയിമാണിത്, നമസ്വി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് നെയിം ഇങ്ങനെ സെർച്ച് ചെയ്ത് ആൺകുട്ടികളുടെ കുറേ പേര്, പെൺകുട്ടികളുടെ കുറേ പേര് ഒക്കെ ആയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് വെച്ചതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പേരാണ് കേട്ടോ നമസ്വി. കുറേ പേര് സെലക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഏട്ടനോട് പറയണം നമസ്വി ഇട്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമായി. ഇത് ഈ കമൻസിൽ കുറേ പേര് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമസ്വി എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട്. ഞങ്ങളുടെ വീട്ടിൽ ഈ പേര് 90 അനൗൺസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം പേര് ഈ പേര് കേട്ടിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് ഉണ്ട് കേട്ടോ ഈ പേര്. പക്ഷെ അതൊന്നും എനിക്ക് വലിയ ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷെ സെർച്ച് ചെയ്ത് വന്ന് നമ്മൾ സോർട്ട് ചെയ്ത് വന്ന് നമുക്ക് കുട്ടിക്ക് പേരിടാൻ കണ്ടപ്പോൾ നമസ്വി എന്നുള്ള പേരാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായത്. പിന്നെ കല്ലു എന്ന് വിളിക്കുന്ന പേര് ഏട്ടനാണ് കണ്ടുപിടിച്ചത്. കല്ലു എന്ന് വിളിച്ചാൽ മതി എന്നുള്ളത് ഏട്ടനാണ് കണ്ടുപിടിച്ചത്. പിന്നെ പ്ലേസ് എവിടെയാണല്ലേ? പിന്നെ പ്ലേസ് എവിടെയാണ്? ഞങ്ങള് ഏട്ടന്റെ വീട് ചങ്ങരംകുളം, മലപ്പുറമാണ്. ചങ്ങരംകുളം നല്ലമുക്ക് എന്ന് പറയും. വൈഫിന്റെ വീട് ചാവക്കാട്, തൃശ്ശൂർ ചാവക്കാട്, പാടൂര്. പാടൂരാണ്. ഇപ്പൊ ഞങ്ങളത് ഖത്തറിലാണ്, ഹിലാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. കൊറേ ഇപ്പൊ എവിടെയാണെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോ ഞങ്ങള് ഖത്തറില് ഹിലാലില്. ഇവിടെ ഏകദേശം വന്നിട്ട് ഇവര് 6 മാസത്തോളമായി. നവംബറിലാണ് ഞങ്ങളിപ്പോ വന്നത്. 6 മാസത്തോളമായി ഞങ്ങളിവിടെ. പിന്നെ കല്ലൂരിന്റെ അച്ഛന്റെ ജോബ്, എന്റെ ജോബ് എന്ന് വെച്ചാൽ ഞാനൊരു പ്രൊക്യൂർമെന്റ് ഓഫീസറാണ്. പർച്ചേസിങ് എന്ന് പറയുന്നത് കുറെ അറിയുമെന്ന് അറിയില്ല. അതെന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ ഈ പ്രൊക്യൂർമെന്റ് എന്നുള്ളത് പറഞ്ഞു തരുമോ? ചില ആൾക്ക് അറിയില്ല. ഇവിടെ താമസിക്കുന്നവർക്ക് എന്തായാലും അറിയില്ലായിരുന്നു പ്രൊക്യൂർമെന്റ് എന്നൊക്കെ പറഞ്ഞപ്പോ. അത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പോ അതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. IT LV അങ്ങനത്തെ ബേസ്ഡായ കമ്പനികളിലാണ് പ്രൊക്യൂർമെന്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ അടുത്ത കമന്റ്സ്, ഹായ് കല്ലുമുത്തെ, തൃശ്ശൂർ എവിടെയാ വീട്? തൃശ്ശൂർ എന്റെ വീടാണ് കേട്ടോ. തൃശ്ശൂർ എന്റെ വീടാണ്. കൂടുതൽ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവുക എന്നെങ്കിലും എൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള വീഡിയോസ് ആണ് കൂടുതൽ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് തൃശ്ശൂർ എന്നുള്ളൊരു ഓപ്ഷൻ വന്നത്. തൃശ്ശൂര് പാടൂരാണ് എൻ്റെ വീട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, നാട്ടിലേക്ക് എന്നാ വരുന്നതെന്ന്. ആക്ച്വലി നാട്ടിലേക്ക് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഓണത്തിന് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കൺഫേം ആയിട്ടില്ല. എന്തായാലും അത് വീഡിയോയിലൂടെ എന്തായാലും നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഫാമിലി ഡീറ്റെയിൽസ് എൻ്റെ വീട്ടില് അച്ഛൻ, അമ്മ, എനിക്കൊരു ബ്രദർ ഉണ്ട്. എൻ്റെ വീട്ടിൽ അത്ര പേരാണുള്ളത്. പിന്നെ അച്ഛമ്മ. ഫാമിലി ഡീറ്റെയിൽസ് ഏട്ടൻ്റെ. എൻ്റെ വീട്ടില് അമ്മ, അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു.
അച്ഛൻ മരിച്ചുപോയി. പിന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് വീഡിയോസ് എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ ഇല്ലാത്തതെന്നുള്ളത്. കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് ആയതുകൊണ്ട് ഇവൾ ഡെലിവറി കഴിഞ്ഞ മുതൽ കൂടുതലായിട്ട് നിന്നത് ഇവളുടെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള അവിടുത്തെ വീഡിയോ ഉള്ളത്. ഇനി ചിലപ്പോൾ നാട്ടിൽ പോവുകയാണെങ്കിൽ നമ്മൾ പറ്റുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാവയുടെ സോഡിയാക് സൈൻ എന്താണെന്നാണ്. സോഡിയാക് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള മാസം പറയണത് പൂരം നാളിലാണ് ജനിച്ചത്. പിന്നെ അടുത്ത് ചേട്ടൻ്റെ ജോബ്, ചേച്ചി നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് കല്ലുകുട്ടിയെ കുറിച്ച് എല്ലാം അറിയണം. എൻ്റെ തക്കര കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കൊടുക്കണം. പിന്നെ ചേച്ചി പാട്ട് പഠിച്ചിട്ടുണ്ടോ, ചേട്ടൻ എന്താ ജോബ് എന്നൊക്കെയാണ്. എൻ്റെ ജോബൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് പറയുന്നില്ല. ഇനി ചേച്ചിയുടെ പാട്ടിനെ കുറിച്ച് പറയാം. ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ പാട്ട് പാടുമ്പോൾ എല്ലാവരും പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. എൻ്റെ അമ്മയ്ക്ക് അച്ഛനും ഇപ്പോൾ ഭയങ്കര റിഗ്രറ്റ്സ് ഉണ്ട്. അവരെ വിളിച്ചിട്ട് എന്നോട് പറയാം, അയ്യോ നിന്നെ പാട്ട് പഠിപ്പിക്കായിരുന്നു ഞങ്ങൾക്ക്. അവർ പണ്ട് കുറേ പണ്ട് കുറേ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടൊന്നും നമുക്ക് പഠിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്താ പറയാ, പാട്ടില് എന്താ പറയാ, ഇങ്ങനെ കേട്ട് 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 എനിക്ക് ഇങ്ങനെ ചെറുതായി പാടുന്നു മാത്രം. നിങ്ങൾ ഈ പാടുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഉള്ളത്, ഞാൻ കല്ലൂസിന്റെ ഒരു ഫാനാണ്. കല്ലൂസിന്റെ പേരൻസിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? കല്ലുവിന്റെ റിയൽ നെയിം എന്താണ്? കല്ലുവിന്റെ റിയൽ നെയിം പറഞ്ഞിട്ടുണ്ടല്ലോ, നമസ്വി. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ MSc കെമിസ്ട്രി ആണ്. ഞാൻ MBA കഴിഞ്ഞതാണ്. അതാണ് വിദ്യാഭ്യാസ യോഗ്യത. പിന്നെ ജോലി ഉണ്ടോന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ജോലി ഇല്ല. ഞാൻ വലിയ ജോലി ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ കല്ലുവിന്റെ ഒപ്പാണ് ഞാനിപ്പോ എപ്പോഴും. എല്ലാവരും ചോദിക്കുന്നുണ്ട് ജോലിക്ക് കല്ലുവിന്റെ കൂടെ എപ്പോഴും ഉള്ളത് കൊണ്ട് കല്ലു ഭയങ്കര ഇങ്ങനെ ആക്റ്റീവ് ആവണ ആയിരിക്കാം. പക്ഷെ ജോലിക്ക് പോണ അമ്മമാരും അത്രത്തോളം അവരെ മക്കളെ നോക്കുന്നുണ്ടാവും. എനിക്കും ട്രൈ ചെയ്യണം. കല്ലൊരു ചെറിയൊരു എന്താ പറയുക, സ്കൂളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ ഞാൻ ജോബിനൊക്കെ ട്രൈ ചെയ്യും അല്ലേ. പിന്നെ നിങ്ങളുടെ നാട്, പിന്നെ മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ദോഹയിൽ എവിടെയാണ്? എൻ്റെ ഫാമിലി അവിടെയുണ്ട്. അത് നാട് പറഞ്ഞതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഏപ്രിൽ 13, 2022 അവള് ജനിച്ചത്. ഇപ്പൊ 2 വയസ്സും 1 മാസം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ കമന്റ് ഉണ്ട് കേട്ടോ. എനിക്കെല്ലാം അറിയാം, ഒന്നും ചോദിക്കാനില്ല. ഒന്ന് മാത്രം, എത്രയും പെട്ടെന്ന് എൻ്റെ മക്കളെ കാണാൻ കൊതിയാവുന്നു. ഞങ്ങൾക്കും കാണാൻ കൊതിയാവുന്നു. ഓണത്തിന് എന്താ പറയാ, പറ്റാച്ചാൽ ഓണത്തിന് നാട്ടിൽ പോകണമെന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയധികം സോങ്സ് ഒക്കെ പഠിക്കുന്നതെന്നാണ് ഒരുപാട് പേര് ഈ സെയിം ക്വസ്റ്റ്യൻസ് നമ്മളോട് ഒരുപാട് കാലങ്ങളായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വീഡിയോ ഇടാൻ തുടങ്ങിയ സമയം മുതൽ തന്നെ. അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടുള്ള ഒരു ഉത്തരമാണ് ഇത് കേട്ടോ. അത് ഞാനിങ്ങനെ ഇടയ്ക്ക് അവള് ക്യാരിങ് ആയപ്പോൾ തൊട്ട് ഞാൻ ഈ പാട്ട് ഇങ്ങനെ, ഞാൻ പൊതുവെ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പാട്ട് ഇങ്ങനെ പാടും. അപ്പോൾ അത് പണ്ട് തൊട്ടേ കേട്ടിട്ടാണെന്ന് തോന്നുന്നു അവള് ഇത്തിരി കൂടി ക്യാച്ച് ചെയ്യും പാട്ടുകൾ. ഇപ്പം ഈ പറയണ പോലെ ഞാൻ പാടും, അതിൻ്റെ പകുതി വരെ അവള് പാടും. അങ്ങനെയൊക്കെ ഉണ്ട്. ആദ്യമൊക്കെ ഞാൻ ഉറക്കുമ്പോഴും പാട്ട് പാടും, പിന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ പാട്ട് പാടും. അങ്ങനെയൊക്കെ കേട്ട് അവള് പിറ്റേ ദിവസം ഞാൻ ഒരു പാട്ട് പാടി കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം അവൾ ഇരുന്നിട്ട് അതിരുന്ന് ഇങ്ങനെ മൂളണം പാടണ കേൾക്കാം. അപ്പോൾ കല്ലുവിൻ്റെ ഒരു കഴിവാണ് അത്. കല്ലിങ്ങനെ അവൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. വീഡിയോ എന്നും കാണാറുണ്ട്. കല്ലുമോളെ ഒത്തിരി ഇഷ്ടമാണ്. ഒരു ചക്കരമ്മ ഒരു പാട്ട് പാടിത്തരൂ, സ്നേഹം മാത്രം. പാട്ട് ഇപ്പോൾ ആള് ഭയങ്കര ടെററായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിനി വീഡിയോസിലൂടെ പാട്ട് പാടി തരാം കേട്ടോ നിങ്ങൾക്കൊക്കെ. പിന്നെ എൻ്റെ പാട്ട് എന്ന് പറയുന്നത്, ഞാൻ എന്തെങ്കിലുമൊക്കെ അല്ലേ, കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്നോട് പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേ പെരിയോനെ പാട്ടിടാന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പാടാനായിട്ട് അവൾ ഒരിക്കലും സമ്മതിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പാട്ട് പാടാനായിട്ട്
വരാത്തത്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ചാൻസ് കിട്ടാൻ വെച്ചാൽ എന്തായാലും ഞാൻ പാടാം. കല്ലൂന് സുഖമാണോ? അവിടെ മഴ ഉണ്ടോ? പേരൻസ് എന്ത് ചെയ്യുന്നു? കല്ലൂസിൻ്റെ അമ്മ പാട്ട് പഠിച്ചിട്ടുണ്ടോ? നന്നായി പാടുന്നുണ്ടല്ലോ. കല്ലൂനെ പാട്ട് പഠിക്കാൻ വിടുമോ? കല്ലൂന് വലുതാവുമ്പോൾ പാട്ട് പഠിക്കാൻ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഞാൻ വിടും. അല്ലാതെ ഞാൻ ഇപ്പോഴത്തെ കുട്ടികളിൽ ഇപ്പോഴുണ്ടാവുന്ന ആഗ്രഹങ്ങളായിരിക്കില്ലല്ലോ പിന്നീട് വരിക. അവള് വലുതായി കഴിഞ്ഞ് മോള് വലുതായി കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറയാന്ന് വെച്ചാല് പഠിപ്പിക്കാൻ വിടണം. എന്തായാലും പഠിപ്പിക്കാൻ വിടണം. നല്ല കാര്യമാണ്. ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് എന്താണോ താല്പര്യം വരുന്നത് അത് ഞങ്ങൾ എന്തായാലും അവളെ പഠിപ്പിക്കും. വാണ്ട് ടു മീറ്റ് കല്ലുമോൾ, വേർ ഡു യു സ്റ്റേ ഇൻ ഖത്തർ? ഹിലാലിലാണ് ഞങ്ങള്. പിന്നെ കുറെ പേരൊക്കെ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ കല്ലു എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. പക്ഷെ അവള് കൂടുതൽ ഞങ്ങളായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അവൾക്ക് കൂടുതൽ ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അവള് ഭയങ്കര കംഫർട്ടല്ല അവള്. അതുകൊണ്ട് ഞങ്ങള് കൂടുതൽ അങ്ങനെ ആക്കാറില്ല. അവള് ബാക്കിയുള്ളവരൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കരയാറൊക്കെ ഉണ്ട്. ചില സമയത്ത് ഓക്കെയാണ്. പക്ഷേ ലാസ്റ്റ് ടൈം ഇപ്പൊ നമുക്ക് ആലപ്പുഴയിൽ നിന്നുള്ള ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു. കല്ലിന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇത്ത. അപ്പൊ അവര് ആദ്യം ഞങ്ങൾ ലുലുമാളിൽ വെച്ചിട്ട് കണ്ടു. പിന്നെ അവര് പോണതിന് മുന്നേ ഞങ്ങളോട് പറഞ്ഞു കാണണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവര് ടെഡി ബിയറിനൊക്കെ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നു. പക്ഷെ ഇവളൊരു രക്ഷ ഉണ്ടായിരുന്നില്ല, അടുത്തില്ല, കരഞ്ഞു പൊളിച്ചു. അപ്പൊ അവർക്കും ഒരു ഭയങ്കര ഒരു ഇതായി. അപ്പോൾ അങ്ങനൊരു ചില സമയത്ത് ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട്. കുട്ടികളല്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും കല്ലിനെ കാണണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അധികം ഇത് കൊടുക്കാത്തത്. അതുകൊണ്ടാണ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലൊക്കെ വെച്ച് മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി കാണാം അല്ലേ. ഈ ഫാമിലിനെ കണ്ട് കറിഞ്ഞെങ്കിലും ഒരു ദിവസം വേറൊരു ഫാമിലി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഓൾഡ് എയർപോർട്ടിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെ. അപ്പോൾ അവര് കല്ലിന് ഉടുപ്പൊക്കെ കൊണ്ടുവന്നു. പക്ഷെ അവരായിട്ട് നല്ല ഇന്ററാക്ട് ചെയ്ത് ഭയങ്കരമായിട്ട് അവരെ കൊച്ചുണ്ടായിരുന്നു കീർത്തന, തിരുവനന്തപുരത്തുള്ള ഫാമിലി. അവര് ഇവിടെ ജസ്റ്റ് വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി വന്ന് പോവാൻ വേണ്ടി വന്നതാണ്. അപ്പൊ കല്ലിനെ കാണണം എന്ന് പറഞ്ഞിട്ട് കല്ലിൻ്റെ ഉടുപ്പൊക്കെ ആയിട്ട് നാട്ടിൽ നിന്നേ കൊണ്ടുവന്നു. അപ്പൊ ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും കല്ലൂരിനോട്. പക്ഷെ എപ്പോഴാണ് അവൾ ഓരോരുത്തരോട് എങ്ങനെ പെരുമാറുക എന്നുള്ളത് ഞങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലേ.